ചേട്ടാ ആ 3 പെൺപിള്ളേരുടെ വീടല്ലേ? ഞങ്ങ എത്തിയേക്കാന്നേ. എടോ എന്റെ കൂടെ പഠിച്ച സുമലതയുടെ വീടാണെന്ന് തോന്നണം. അവളും ഞാനും പഠിച്ചിരുന്നപ്പോ ഒരു ലപ്പായിരുന്നു. പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ നിന്റെ ഒരു പ്രേമം അത് മതി. വണ്ടി എടുക്ക്. മിനിങ്ങട്ടടോ. എടാ പാമ്പിനെ പിടിക്കാൻ പോണാണ് നമ്മള്. എടാ കല്യാണത്തിന് പോണാ. സുമലതേ ചേട്ടാ ചേട്ടോയ് നിങ്ങള് പാമ്പെടുത്തക്കാരാ? ഇവിടെ പാമ്പ് കയറിയെന്നും പറഞ്ഞ് ഫോൺ വന്നിട്ടുണ്ടായി. പാമ്പെടുത്തക്കാരാ? അതേടാ ഞാനാ നിങ്ങളെ വിളിച്ചത്. എവിടെയാ പാമ്പ്? അതെനിക്കറിയിപ്പോ ഞാൻ നിങ്ങളെ വിളിക്കോ? ഞങ്ങളവിടെ കയറി വരട്ടെ? വേണ്ട ഇങ്ങോട്ടൊന്ന് കയറാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞോട് നോക്കിയാ മതി. അവരെ കാണാനില്ല. ആരെ? സുമലതനെ. പഴയ വീട്ടുകാരെ ഇങ്ങടെയൊക്കെ താമസം മാറി. അയാള് പെമ്മക്കളെ കെട്ടിക്കാൻ കാശില്ലാതായോണ്ട് വിറ്റതാണ് ഈ വീട്. ഈ പാമ്പിനെ പിടിക്കാൻ എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നുമല്ല നിങ്ങളെ വിളിച്ചത്. പണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പറക്കണ സമയത്ത് ഇയാളെന്താ ദേശാന്ന പക്ഷിയാ പറക്കാനായിട്ട്? ഒന്നും ഉണ്ടാതിരിക്കും, കേക്കും. ഞാൻ എന്താ പറഞ്ഞത് മറന്നുപോയല്ല? ബാംഗ്ലൂരിൽ പറക്കണ കാര്യം. അത് തന്നെ. അങ്ങനെ പറന്നോണ്ടിരിക്കുന്ന സമയത്ത് കോ പൈലറ്റിന്റെ സൈഡിൽ ഒരു പാമ്പ്. ഞാൻ എന്താ ചെയ്തേ? ഞാൻ അതിനങ്ങോട്ട് പിടിച്ച് കഴുത്തിന് പിടിച്ചിട്ട് സൈഡിലെ ഗ്ലാസ് അങ്ങോട്ട് തുറന്ന് താഴത്തേക്കാണ് ഇട്ട്. ഈ ഒരേ ഗ്ലാസ് വെള്ളം കുടിക്കാം. ഇതൊരു ആയുർവേദിക് വെള്ളമാണ്. ഞാനേ പണ്ട് അടിമാലി സ്റ്റേഷനിൽ SI ആയിട്ടിരിക്കുന്ന ടൈമില് ASIയുടെ മുറിയുന്ന ഒരു നോലവിളി ശബ്ദം. എന്താ സംഭവം? ഓടിന്റെ മുകളിൽ നിന്ന് കരിമൂർക്കാൻ തലയിലൊന്നും ഉണ്ടാക്കിയാണ്. ഞാൻ ചെന്ന് നേരെ വാലുമ പിടിച്ച് അതിനടുത്ത് പുറത്തേക്ക് ഇട്ട്. നേരത്തെ പറഞ്ഞതല്ല ഇപ്പൊ പറയാൻ. അതെ. ഇയാളെന്താ സൈക്കോണെന്നാ തോന്നണല്ല. എടോ താനാ ഓട്ടക്കാരൻ വിളിച്ചേ. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ പുറയിലുള്ള വെള്ള പെയിന്റ് അടിച്ച് വീടില്ലേ? ചേട്ടാ അവിടുത്തെ വീട്ടിലേക്കൊന്നും കയറി കളിക്കണടാ. അവിടുത്തെ വീട്ടിലെ പുള്ളി പ്രാന്ത സഹിക്കും അങ്ങോട്ടേക്കാണ്. അതെ. രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ കള്ളം കയറുന്ന പറഞ്ഞ SIനെ വിളിച്ചു വരുത്തിട്ട് SIയുടെ മുട്ടുകാലിനാണ് തല്ലി പിടിച്ചോളത്. അതിന് മുമ്പ് ദിവസേ വീടിനെ തീ പിടിച്ചെന്ന് പറഞ്ഞ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിട്ട് 2 ആളെ പിടിച്ച് കിണറ്റിലിട്ട്. ഒരാൾ ICUലൊക്കെയാണെന്നാണ് പറയണേ. ഇപ്പോഴും ബോധം വന്നിട്ടില്ല കിണറ്റിൽ വീണ ആളുണ്ടാ. പിന്നെ ഒരു കാര്യമാണ് ഞാൻ വേണ്ടി പറയാ, പുള്ളിയുടെ മുന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഓടാൻ നിൽക്കരുത്. ഓടിക്കഴിഞ്ഞാൽ പുള്ളി വെടിവെക്കും. ഒരു കാരണവശാലും ഓടിക്കളയരുത്. വെറുതെ ചിരിച്ചു കാണിച്ചാൽ പൊക്കോ. ചേട്ടാ ഞാനേ ഒരു ഇലക്ട്രീഷ്യനാണ് ഏട്ടാ. ഇന്നലെ രാവിലെ വന്നതാ. കറണ്ട് ഇല്ലാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നതാണ് ഏട്ടാ. അതെ. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വെള്ളം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എന്റെ ബോധം അങ്ങോട്ട് പോയി ഏട്ടാ. വെള്ളം നമ്മളും കുടിച്ചല്ല. നിങ്ങളെ 3 എണ്ണത്തിന് ഞാൻ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലും. എന്തിന്? വെറുതെ ഒരു രസത്തിന്. രസത്തിനാ?